എല്ലാവർക്കും നമസ്കാരം. ഷെരീഫ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത ബീഫ് കൊണ്ടാട്ടം വളരെ വിജയമാക്കി തീർത്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതിനടുത്തുള്ള ബെൽ ഐക്കണും കൂടി നിങ്ങൾ അമർത്താൻ മറക്കരുത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ കൊത്തിപ്പൊരിയാണ്. അതുണ്ടാക്കാനായി നമുക്ക് ഷെരീഫിൻ്റെ അടുത്തേക്ക് പോവാം. ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊത്തിപ്പൊരിയാണ്. അതിന് നമുക്ക് ഫ്ലവർ കഴുകാം. ഫ്ലവർ കഴുകുമ്പോൾ പച്ചക്കറി എന്ത് കഴുകുമ്പോഴും നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് വേണം കഴുകാൻ. ഉപ്പിട്ടിട്ട് നല്ലോണം കുറച്ച് നേരം വെച്ചിട്ടാണ് അത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഉപ്പ് വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കണം. നമുക്കത് ഇനി അരിഞ്ഞെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. ആദ്യം ലെയറായിട്ട് അരിഞ്ഞെടുത്തിട്ട് പിന്നെ ചെറുതാക്കി അരിയണം. ഇതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഓവർ വലിപ്പം പാടില്ല. ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തു, ചെറുതാക്കി അരിഞ്ഞെടുത്തു. ഇനി നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഒന്നുകൂടി കഴുകിയെടുക്കണം. ഇതിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ സബോള, കോഴിമുട്ട, പച്ചമുളക്, പിന്നെ ക്യാരറ്റ്, അത് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറിവേപ്പില, മല്ലിയില. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. എല്ലാ പച്ചക്കറികളും നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമുക്കെന്നാ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് കത്തിക്കുകയാണ്. ഇതിൽ നമുക്ക് ഇടേണ്ടത് കുറച്ച് ഉപ്പ് ഇടണം, കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇതിൻ്റെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനും നല്ലതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. എപ്പോഴും കോളിഫ്ലവർ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊരു 15 മിനിറ്റോളം വേവിക്കുക. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കൊത്തിപ്പൊരിക്കുള്ള വേവായിട്ടുണ്ട്. നമ്മളത് ഊറ്റിയെടുക്കുകയാണ്. വെള്ളമില്ലാണ്ട് ഊറ്റിയെടുക്കണം. ഇതിലേക്ക് കൊത്തിപ്പൊരിയിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന അതിന് ഉപയോഗിക്കുന്നതാണ് കോഴിമുട്ട ഉടക്കിയാണ്. നമ്മളിപ്പോൾ ഒരു ഫ്ലവറിലേക്ക് എടുത്തിരിക്കുന്നത് 6 മുട്ടയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് അതിൽ ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സബോള എല്ലാം ഇതിലിടാൻ പോവുകയാണ്. കറിവേപ്പിൻ്റെ ഇല ചെറുതാക്കി അരിഞ്ഞിടുക. നല്ല സ്മെല്ലും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. കുറച്ച് മല്ലിയില. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് നല്ല ജീരകം ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കോഴിമുട്ട ഒഴിക്കുകയാണ്. ഇതിൽ നമ്മൾ ഫ്ലവർ ഇടാൻ പോവാണ് കേട്ടോ. വേവിച്ച് വെച്ച ഫ്ലവർ, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ച ഫ്ലവർ ഇതിലിട്ടു. ഇത് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഹെൽത്തിയാണ്. കോളിഫ്ലവറും അതുപോലെ കോഴിമുട്ടയൊക്കെ ആകുമ്പോൾ വേറെ നമ്മളിതിൽ വേറെ ഒന്നും ആഡ് ചെയ്യണില്ലല്ലോ. ഇതിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ കൊത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഇലയിലേക്ക് മാറ്റാം. നമ്മൾ ഇലയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക.
നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം. ക്യാരറ്റും നല്ല ചുവന്ന മുളകുമാണ് വെച്ചിരിക്കുന്നത്. മല്ലിയിലയും വെച്ചിട്ടുണ്ട്, അതുപോലെ കറിവേപ്പിൻ്റെ ഇലയും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കൊത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ.